ശ്രീമതി നുസ്രത്ത് ജഹാൻ, നമുക്കറിയാം ഇന്ന് ലോക വനിതാ ദിനം. സമത്വം, നീതി, തുല്യത, ശാക്തീകരണം ഇവയൊക്കെ സന്ദേശമാകുമ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇവയൊക്കെ സ്ത്രീകൾക്ക് ലഭിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നവകേരളം, നവോത്ഥാനം, ഇങ്ങനെ ആലങ്കാരിക പ്രയോഗങ്ങളൊക്കെ എപ്പോഴും ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ വാക്കുകളുടെയൊക്കെ എത്രത്തോളം അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സ്ത്രീ ജനതയ്ക്ക്, സ്ത്രീകൾക്ക് സമൂഹത്തിൽ തുല്യ പ്രാധാന്യം കിട്ടുന്നുണ്ട്, അവർ ആക്രമിക്കപ്പെടാതിരിക്കുന്നുണ്ട്, ചൂഷണം ചെയ്യപ്പെടാതിരിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെയാണ്. എല്ലാ വനിതാ ദിനത്തിലും നമ്മൾ ഇത്തരം ചർച്ചകൾ നടത്തുമ്പോൾ ഒരുപക്ഷെ കാണിക്കുന്ന കണക്കുകൾ വർഷാവർഷം കൂടി വരുന്നത് തന്നെയാണ്. ശ്രീമതി നുസ്രത്ത് ജഹാൻ, ഇന്നത്തെ ഈ ദിനത്തിൽ നമ്മുടെ കേരളത്തിലെ സാഹചര്യത്തെ എങ്ങനെ വിലയിരുത്തുന്നു? കേരളത്തിലെ സ്ഥിതി എന്ന് പറയുമ്പോൾ നമ്മള് എന്താ പറയാ, സുരക്ഷേനേക്കാൾ അധികം എനിക്ക് തോന്നുന്നത് ബഹുമാനമാണ് സ്ത്രീക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കേരളത്തില്. വേറെ ഒരു സംസ്ഥാനത്ത് വരുന്ന പോലെയല്ല. കാരണം ബഹുമാനം നഷ്ടപ്പെടുമ്പോഴാണ് ഈ സുരക്ഷയില്ലായ്മ വരുന്നത്. കാരണം സ്ത്രീ വെറും ഒന്നിനും പറ്റാത്ത ഒരു വസ്തു. അപ്പോ ഞങ്ങളെ കമ്മ്യൂണിറ്റിയിൽ പറയുന്ന പോലെ ഭക്ഷണം ഉണ്ടാക്കാനും പ്രസവിക്കാനും മാത്രമുള്ള യന്ത്രമായി കണ്ടത് അതിങ്ങനെ കൂടി വരുന്ന ഒരവസ്ഥയിലേക്കാ പോണത്. അപ്പൊ ഒരു കൂട്ടർ അതിനെ മെജോറിറ്റി ആൾക്കാർ, കൊച്ചു കേരളത്തിലെ മെജോറിറ്റി ആൾക്കാർ സ്ത്രീക്ക് ഒരു വിലയില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്തേക്കാ പോകുന്നത്. അവിടെ രാഷ്ട്രീയവും. അപ്പൊ അതിനെ സംസാരിക്കാൻ വേണ്ടി നമുക്കൊരു നേതാവിന് അതിനെതിരെ പറയാനോ ഒന്നും ആരും മുന്നോട്ട് വരുന്നില്ല. രാഷ്ട്രീയ മേഖലയിലും നമ്മൾക്ക് ഒരുപാട് മുന്നോട്ട് സ്ത്രീകൾ വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊക്കെ എവിടെയോ ഒരുപാട് അവസരങ്ങളോ വോയിസോ ഇന്ന് വരെ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം അവര് പറയുമ്പം അവരുടെ ആശയങ്ങളോ ഒന്നും അവർക്ക് ആരിലേക്കും എത്തിക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഈ സുരക്ഷയില്ലായ്മ എന്നുള്ള വരുന്നത് അതിന്നാണ്. നമ്മളെ വീട്ടിൽ നിന്ന്, കുടുംബത്തിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് ഒക്കെ വരണം. പിന്നെ ഒരു സർക്കാരിന് എത്രയോ അധികം ഒരാൾക്ക് സുരക്ഷ കൊടുക്കാൻ പറ്റുമെന്ന് നമുക്ക് പറയാനും ഒക്കൂല. കാരണം അത് ഞാൻ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യല്ല. പക്ഷെ അത് ഉണ്ടാവണമെങ്കിൽ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. നമുക്ക് കിട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന എത്രയോ പ്രശ്നങ്ങൾ നടക്കുന്ന 2025 പിറന്നതിന് ശേഷം ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന ഒരു കേരളത്തിനെ കണ്ട്. അപ്പോ ഇത് മറ്റുള്ള സ്റ്റേറ്റിൽ എത്തുമ്പോ നമുക്ക് ഇത്തിരിയും കൂടി അവിടെ ഒരു റെസ്പെക്ട്, സ്ത്രീ എന്ന നിലയ്ക്ക് ഒരു റെസ്പെക്ട് ഉണ്ട്. അത് എവിടെയാണ് കളിക്കുന്നത് എന്നുള്ളത് എനിക്ക് നമുക്ക് പറയാൻ പറ്റുക എന്ന് പറയുന്നത് അതാണ്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്ന റെസ്പെക്ട് ഇല്ലാതെ പോകുന്ന ഏതൊരു സ്ത്രീക്കാണ് റെസ്പെക്ട് കിട്ടുന്നത്? ഒരു ടീച്ചറാണെങ്കിൽ ആ ടീച്ചറിനെ പോലും റെസ്പെക്ട് ചെയ്യാൻ പറ്റാത്ത, സോഷ്യൽ മീഡിയയുടെയും എല്ലാം വന്നതിന്റെ കാരണം കൊണ്ട് ഇത് ഒരുപാട് നമ്മളിന്ന് കൈവിട്ടു പോകുന്നു എന്നുള്ള ഒരു സംശയമുണ്ട്. പിന്നെ നമ്മൾക്ക് സ്ത്രീനെ പറ്റിയിട്ട് അപമാനിച്ച് എഴുതണ പോലെ സോഷ്യൽ മീഡിയയിൽ ഇത്രമധികം സ്ത്രീനെ അപമാനിക്കുന്ന ഒരു മേഖല കേരളത്തിലത്തെ സ്ത്രീകൾക്കല്ലാതെ കിട്ടുന്നില്ല എന്നുള്ള 100% ഉറപ്പാ. ഞാൻ പല മാധ്യമങ്ങളിലും പല സ്റ്റേറ്റിന്റെ ഇതിലും പല ആൾക്കാരോട് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തപ്പോൾ മനസ്സിലാക്കാൻ പറ്റി. വളരെ മോശമായിട്ട്, നല്ലത് പറഞ്ഞാൽ പോലും അവിടെ വന്നിട്ട് അതിന്റെ താഴെ വൃത്തികേടുകളെ. അപ്പൊ പിന്നെ സ്ത്രീക്ക് എങ്ങനെ വില ഉണ്ടാവുക? സുരക്ഷ കൊടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ സൈബർ പോലീസിന് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ആൾക്ക് നീതി കിട്ടുന്നുണ്ട്? മുഖ്യമന്ത്രിന്റെ മകൾക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ കിട്ടും, അത് വലിയ ആൾക്കാർ. അപ്പൊ താഴെ കടയിലുള്ള ബാക്കിയുള്ള ആൾക്കാരുടെ സുരക്ഷ എങ്ങനെ ഇവർ ഉറപ്പാക്കുന്നുള്ള? എത്ര അപമാനിച്ചുകൊണ്ടാണ് ഒരു നേതാവായാലും, ഒരു എഴുത്തുകാരിയായാലും, ഒരു ടീച്ചറായാലും, ഒരു വീട്ടമ്മയായാലും അത് നമ്മൾ ശീലിപ്പിക്കേണ്ട നമ്മളെ വീടിന്റെ അകത്ത് തന്നെയാണെന്ന് ഞാൻ തീർച്ചയായിട്ടും പറയും. ലോകമെമ്പാടും സ്ത്രീകൾക്ക് ഇന്ന് വെല്ലുവിളി തന്നെയാ. അത് ലോകമുണ്ടായ കാലത്ത് തൊട്ട് തന്നെ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്ന് വേണം പറയാന്. പക്ഷെ അതിന് നമ്മൾക്ക് ഒരു മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് എവിടെ വന്നു? പക്ഷെ ഭാരത സ്ത്രീകൾ, നമ്മൾ ഭാരതത്തിനെ എടുത്ത് പറയുകയാണെങ്കിൽ ഭാരതത്തിൽ നമുക്ക് അഭിമാനിക്കാം. ഒരു പ്രധാനമന്ത്രി പോലും ഉണ്ടായിട്ടുണ്ട് ഭാരതത്തിന് സ്ത്രീയായിട്ട്. പക്ഷെ അവര് പോലും അവരെ ആത്മകഥയിൽ എഴുതുന്ന അവരുടെ അച്ഛൻ അത്രയും വലിയ ഒരു സോഷ്യലിസ്റ്റ് ആയിട്ട് പോലും അവർക്ക് നീതി കിട്ടിയിട്ടില്ല. അവരുടെ പേഴ്സണാലിറ്റി കൊണ്ടും ശക്തി കൊണ്ടും വന്നതാണെന്നുള്ളത് ഇപ്പൊ അടുത്ത ദിവസം കങ്കണന്റെ ഏറ്റവും വലിയൊരു മൂവി ആയിരുന്നു എമർജൻസി എന്ന് പറഞ്ഞ മൂവി, കാണേണ്ടതാണ് കങ്കണന്റെ.
ആ ഭൂമിയിൽ പറയണ അവരെ എത്രമാത്രം ആ പോസ്റ്റിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ നമ്മൾ വിചാരിക്കും ഇപ്പോഴുള്ള ഇവർക്കൊക്കെ ഉള്ളൂ ഇതിനുള്ള അധികാരം. പിന്നെ നമ്മളിപ്പോ രാജ്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്ത്രീക്ക് സുരക്ഷയില്ല. സുരക്ഷ എവിടെയുള്ളത്? ഇപ്പൊ എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് കോഴിക്കോട് വന്നിട്ട് എന്റെ നാട്ടിൽ വന്ന് ഇറങ്ങി നടക്കാൻ പറ്റുന്ന സുരക്ഷയില്ലാത്ത അവസ്ഥയാണ്. എന്നെ ആര് പ്രൊട്ടക്ട് ചെയ്യും? പ്രൊട്ടക്ട് ചെയ്യല്ല. കാരണം ഞാൻ എന്താ ചെയ്യണേ? ഞാൻ ആരുടെ ഒന്നിനുമല്ല പോയത്. അതെ. ഞാൻ എന്റെ രാജ്യത്തിന് വേണ്ടി സംസാരിക്കണേ. അപ്പൊ ഈ രാജ്യത്തിന് വേണ്ടി സംസാരിക്കണോ, രാഷ്ട്രീയം പറയണതോ, സത്യസന്ധമായിട്ട് എന്തെങ്കിലും പറയുകയോ ചെയ്യണ ആ സ്ത്രീക്ക് തീരെ സുരക്ഷിതയില്ല, ഇല്ല എന്ന് വേണം പറയാൻ വേണ്ടി.